മന്ത്രി വി.എൻ. വാസവൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു അസാധാരണമായ സാഹചര്യമാണ്. കേരള തീരത്തൊരു കപ്പൽ ചെരിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നു. അതിൽ ഇപ്പോൾ സർക്കാരിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ കമ്പനി അധികൃതരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യം കിട്ടിയ മെസ്സേജ് കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ MSC എൽസ എന്ന് പറയുന്ന ഷിപ്പിൽ നിന്ന് ഒരു കണ്ടെയ്നർ കടലിലേക്ക് വീണിരിക്കുന്നു. ഇതാണ് ആദ്യം കിട്ടിയ വാർത്ത. വാർത്ത കിട്ടിയപ്പോൾ തന്നെ കോസ്റ്റൽ ഗാർഡിനെയും നാവികസേനയെയും അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യമുള്ള ടീമിനെയും മറ്റ് സെക്യൂരിറ്റി ഫോഴ്സിനെ എല്ലാം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവർ പോയി പരിശോധിച്ച് ആദ്യം അതായത് ജീവനക്കാരെ എല്ലാം രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. തുടർന്ന് മറ്റെന്താണ് അതിൽ കാർഗോയിൽ ഉണ്ടായിരുന്നതെന്നും അതിന്റെ ഉള്ളടക്കം ഉണ്ടെന്നുള്ള കാര്യമെല്ലാം പരിശോധിക്കുന്നു. ആ പ്രദേശത്തുള്ള ജനങ്ങളോട് ജാഗ്രത പാലിക്കുക. വെച്ചാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരും കടലിൽ യാത്രയ്ക്ക് പോകുന്നവരുമായിട്ടുള്ള ആളെല്ലാം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രത പാലിക്കണം എന്നുള്ള സന്ദേശം ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പരിശോധിക്കാൻ പോയ ടീമിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മറ്റ് വിശദാംശങ്ങൾ വെളിപ്പെടുത്താം. മിനിസ്റ്റർ, അതിൽ ഈ സൾഫർ കണ്ടന്റുള്ള എന്തോ വസ്തുവാണ് എന്നൊക്കെയുള്ള ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് പല രൂപത്തിലുള്ള സംശയങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സംശയങ്ങളും ഊഹാപോഹങ്ങളും ഞങ്ങൾ പറയുന്നത് ശരിയല്ല. ഞങ്ങൾ ആധികാരികമായിട്ട് അതിന്റെ കമ്പനിക്കാരോട് അതിന്റെ വിശദീകരണം തരാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം. മിനിസ്റ്റർ, അത് നമുക്ക് എപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടും ഈ കാര്യത്തിൽ? കാരണം ഈ ഇത്തരം വാർത്തകൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഒരു പാനിക് ഉണ്ടാവും. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴേ അതിൽ വരുന്നത് വേറെ രാജ്യങ്ങളിൽ നയിക്കുന്ന കണ്ടെയ്നറുകളിൽ വരുന്നത് അതിലെന്താണെന്നുള്ളതൊന്നും ഇവിടെ നമുക്കൊരു വിവരം തരാറില്ലല്ലോ. അത് അയച്ച സ്ഥലത്ത് പിന്നെ അന്വേഷിച്ചിട്ടായിരിക്കണം അത് കണ്ടുപിടിക്കുന്ന രൂപത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഇത് പരിശോധിച്ചിട്ടായിരിക്കണം. അതുകൊണ്ടാണ് പരിശോധിച്ചിട്ട് പറയാൻ. വി.എൻ. വാസവൻ ഇവിടെ ഈ നമ്മുടെ ശേഖർ ലൂക്കോസ് കുര്യാക്കോസിന് പറയുന്നുണ്ട് ഇത് ലോ സൾഫർ കണ്ടന്റ് അടങ്ങിയ സംഗതിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 9 കണ്ടെയ്നറുകൾ വീടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തീരദേശ ജനത എത്രത്തോളം ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്? തീരദേശ ജനത വളരെ ജാഗ്രതയിലിരിക്കണം തന്നെ നേരത്തെ സന്ദേശം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അനൗൺസ്മെന്റും പോയി കഴിഞ്ഞു. അതെന്താണെന്നുള്ളത് പരിശോധിച്ച് ആധികാരികമായി അതിന്റെ റിപ്പോർട്ട് കിട്ടിയെങ്കിലേ നമുക്ക് അതിന്റെ ഉള്ളടക്കം പറയാം. ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ആളുകൾ വിഷമിപ്പിക്കുകയും വിരട്ടുകയും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ജാഗ്രത പാലിക്കണം അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ള രൂപത്തിലുള്ള സന്ദേശം പോയി കഴിഞ്ഞു. അതുകൊണ്ട് ആ പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികളോ അല്ലെങ്കിൽ യാത്രക്കാരോ ഒന്നും പോകുന്ന സ്ഥിതി ഉണ്ടായിക്കൂടാ എന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞു. താങ്ക് യു മിനിസ്റ്റർ. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ അതീവ ജാഗ്രത വേണം എന്ന് തന്നെ പറയുകയാണ്. കേരള തീരത്ത് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് അറബിക്കടലിൽ കപ്പലപകടം ഉണ്ടായത്. കപ്പൽ ചെരിഞ്ഞു. കപ്പലിൽ നിന്ന് കുറച്ച് ഈ പറഞ്ഞ കണ്ടെയ്നറുകൾ പുറത്തേക്ക് വീണു. കണ്ടെയ്നറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം പറയുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. ഏതളവിൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നത് പക്ഷേ ഭയക്കേണ്ട കാര്യമല്ല. ഇത് ജാഗ്രതയോടെ ഇരുന്നാൽ മതി എന്ന് മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് തന്നെ അത് അപകടകരമായ വസ്തുവാണെന്ന് പറയുന്നത് കൊണ്ട് ഇത് ഏതെങ്കിലും തരത്ത് എങ്ങനെയെങ്കിലും തീരത്തടിഞ്ഞാൽ തൊട്ടു നോക്കുകയോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കൗതുകത്തിൽ പോയി നോക്കുക ഒന്നും ചെയ്യരുത് എന്ന് തന്നെ പറയുകയാണ്. തിരികെ എത്താം ഈ വാർത്തയിലേക്ക് തന്നെ ഇടവേളയ്ക്ക് ശേഷം.